ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കൂരി മീൻ കറി വെക്കണതും നന്നാക്കണതും ഒക്കെ ഒന്ന് കണ്ടാലോ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആ സമയം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1/2 കിലോ മീനാണ് കേട്ടോ ഞാൻ മേടിച്ചത്. മേടിച്ചപ്പോൾ തന്നെ ആ കടക്കാരൻ എനിക്ക് അതിൻ്റെ മുള്ളൊക്കെ വെട്ടി തന്നിട്ടാ. പിന്നെ ആൾ പറഞ്ഞതാണ് ഇങ്ങനെ വിനാഗിരി വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പിഴിയണ പുളി ഉണ്ടല്ലോ, വാളംപുളി, അതിൻ്റെ വെള്ളത്തിൽ അരമണിക്കൂർ ഇങ്ങനെ വെക്കാൻ, എന്നിട്ട് സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പുറത്തുള്ളതൊക്കെ പോയി കിട്ടും എന്ന് പറഞ്ഞു. പണ്ടൊക്കെ കല്ലുമ്മ കൊണ്ടുവന്ന് ഉരച്ചൊക്കെ കളയണം. ഇപ്പോൾ അതൊന്നും വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിനാഗിരി എടുത്തില്ല, പുളി പിഴിഞ്ഞിട്ട് അതിലിട്ട് വെച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ചും തിരിച്ചൊക്കെ വെച്ചിട്ടാണ്. ഇങ്ങനെ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഒന്ന് അപ്പുറത്തേക്ക് മറിച്ച് വയറിൻ്റെ ഭാഗവും ഒക്കെ മറിച്ചും തിരിച്ചും വെച്ച് എന്നിട്ടാണ് ഞാനിതൊന്ന് വൃത്തിയാക്കി എടുത്തേട്ടാ. ഞാൻ കത്തി കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. കത്തി കൊണ്ട് ഇങ്ങനെ കത്തീൻ്റെ തുമ്പ് വെച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ അത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കത്തി കൊണ്ട് തന്നെയാണ് ചെയ്തത്. പോകാതെ വരികയാണെങ്കിൽ മാത്രം സ്ക്രബ്ബർ എടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ കത്തി കൊണ്ടാണ് വൃത്തിയാക്കിയത്. മീനൊക്കെ നന്നാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. തലയൊക്കെ എനിക്ക് അറിയാൻ പാടില്ല, കൂടുതലായിട്ട് അറിയണ മാതിരി വെട്ടിയെടുത്തൊക്കെയാണ്. പിന്നെ ഇതിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് 2 മീനിൽ നിന്ന് അതിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ട്, 2 എണ്ണം. പക്ഷെ അത് കറിയിലേക്ക് തന്നെ ഇടാന്ന് ഓർത്തോണ്ട, ചെറുതാണ്. നമുക്കിത് മാറ്റി വെക്കാം. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, 1.5 സവാള തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളിയും പകുതിയും കൂടി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പകുതി ഞാൻ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇത്തിരി വലുതായിട്ട്. ഒരു കതിര് വേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറി വെക്കാൻ ആവശ്യമുള്ള പൊടികളുണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പുളി എടുത്തിട്ടുണ്ട് കേട്ടോ, 2 എണ്ണം ഒന്ന് ചതച്ചെടുത്തതിനാണ്. അത് നമുക്ക് ഈ പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് മാറ്റി വെക്കാം. പൊടികളെടുത്തതില്ലേ, അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊരു കുഴമ്പ് പരുവത്തിലാക്കി വെക്കാം. ഇത് നമ്മൾ നേരിട്ട് ചട്ടിയിലേക്ക് ഇടാത്തത് പെട്ടെന്ന് കരിഞ്ഞ് പോകുമല്ലോ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഇങ്ങനെ ആക്കി വെക്കണത്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ആ ചെറുതാക്കി അരിഞ്ഞില്ലേ, അത് ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇത് പിന്നെ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് ഉടഞ്ഞ് വരട്ടെ. തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്കിനി പൊടികൾ നമ്മൾ ഇങ്ങനെ വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ചില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വാട്ടി കൊടുക്കാം. ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെയും നമുക്ക് ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, അതും ഒഴിച്ച് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിളച്ചിട്ട് നല്ലോണം വറ്റി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരട്ടെ. ഇപ്പോൾ അരികത്തു നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പുളി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കറി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം.
കറി നല്ലോണം തിളക്കണം കേട്ടോ. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മീനില്ലേ, അതിട്ട് കൊടുക്കാം. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ മുട്ടയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യും. ഉടഞ്ഞു പോവുകയൊന്നുമില്ല, എന്നാലും നമ്മൾ തല കിടപ്പുണ്ടല്ലോ, തലയും കൂടിയാണല്ലോ അതിൽ കിടക്കണത്, അതുകൊണ്ടാണ്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരട്ടെ. നല്ലോണം തിളക്കണുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചങ്ങനെ കേട്ടോ. ഒന്ന് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പുളി കുറച്ച് കൂടുതലുണ്ട്, അപ്പോൾ ഞാൻ ഈ ഒരു പുളി മാറ്റിയുണ്ട്. 2 കഷ്ണം പുളിയാണല്ലോ ഇട്ടേക്കണത്. അപ്പോൾ അതെ, 1 കഷ്ണം അത് ഇവിടെ കിടപ്പുണ്ട്. ഒരെണ്ണേ ഞാനെടുത്ത് മാറ്റിയിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഈ 4 കഷ്ണം തക്കാളി മാറ്റി വെച്ചില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി തിളക്കട്ടെ. ഇനി ഈ കറി താളിച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മളിത് വെക്കാൻ നേരത്ത് ആദ്യം തന്നെ താളിച്ചൊക്കെ കൊടുത്തതാണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് താളിച്ച് കൊടുക്കണ്ട. ഈ കറി ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം കൂട്ടുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആവുന്നത്. ഇന്ന് കൂട്ടിയാലും ടേസ്റ്റ് തന്നെയാണ്. അത് നാളത്തേക്ക് കൂട്ടുമ്പോഴായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടണത്. നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. നമ്മൾ വേപ്പില ഒരു കതിരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ട് കൊടുക്കുകയാണ്. നമുക്ക് മൂടി വെക്കാം. അങ്ങനെ കോരിക്കറി റെഡി ആയിട്ടുണ്ട്.